ഹലോ, സ്കൂൾ തുറന്നപ്പോൾ നമുക്കുള്ള പണികൾ തുടങ്ങി. ഇന്ന് ഈ കൊല്ലം 10 ഡേ ഉണ്ടെന്ന് പറഞ്ഞ് അതിലൊരു ഡേ റെയിൻ ഡേക്കുള്ള ഒരുക്കങ്ങളാണിത്. എനിക്കാണെങ്കിൽ 2 സാധനങ്ങൾ ഉണ്ടാക്കണം. ഒരാൾ പ്രീ കെ ജിയിലും ഒരാൾ യു കെ ജിയിലാണല്ലോ. പ്രീ കെ ജിക്കാരൻ്റെ തന്നെ ആദ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു മഴവില്ലാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ നല്ല ഷേപ്പിലൊന്നിങ്ങനെ നല്ല ഫുൾ സൈഡൊന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ചെറപ്പുറം മര്യാദയ്ക്ക് വരച്ച് കൊടുത്തില്ലെങ്കിൽ ചെറമൊന്നും ആവില്ല. വേറെ രീതിയിലൊക്കെ നമുക്ക് ഷേപ്പിൽ കിട്ടും. കാരണം ഞാൻ മുന്നത്തെ മാറ്റി വെച്ച കോലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം നമുക്ക് ഷേപ്പ് കിട്ടി. പിന്നെ ഇതിലൊക്കെ കളർ ചെയ്യണം. സംഭവം ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ സ്കെച്ചാണ്. 2 സൈഡുണ്ട്. മീഷോന്നാണ് ഞാനിത് വാങ്ങിച്ചതെങ്കിലും അതിൽ ഒരു കളർ മരപ്പൂൾ പോലെ നിൽക്കുന്നു. അതിന്ന് വരുന്നില്ല. എന്തായാലും ബാക്കിയുള്ളതൊക്കെ തെളിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞാൻ മഴവില്ലിനുള്ള കളറുകൾ അടിക്കാൻ തുടങ്ങിയതാ. ചെറപ്പുറം കളറുകൾ അടിക്കാം. പിന്നെ പിള്ളേരെ മുന്നിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ അവർക്കും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല എന്നാൽ പറഞ്ഞ സ്ഥിതിക്ക് അവൻ അപ്പുറത്ത് പോയിട്ട് അവൻ്റെ മഴവിൽ വരച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മഴവില്ലിന് കളറൊക്കെ അടിച്ചതിന് ശേഷം മഴവിൽ ഒട്ടിച്ച് കൊടുക്കണമല്ലോ, ഇല്ലെങ്കിൽ മഴവില്ലിൻ്റെ പാട്ടിന് പോകും. ഇവർ സ്കൂളിൽ ചേർന്ന് പിന്നെ കിട്ടണ പെട്ടികളൊക്കെ എടുത്ത് വെക്കലാണ് എൻ്റെ പണി. ബർത്ത്ഡേക്ക് മുറിച്ച കേക്കിൻ്റെ പെട്ടി, കയ്യും പോയി. കേക്കിൻ്റെ പെട്ടി എടുത്ത് വെച്ചിട്ട് അതുമെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഡെക്കറേഷൻ പണി. ഈ മഴവിൽ നമ്മൾ അത് മുട്ടിച്ച് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ വെട്ടിയെടുക്കട്ടെ പിന്നെ ചെയ്തത്. കിട്ടുന്ന പെട്ടികളൊക്കെ എടുത്ത് വെക്കുക. കാരണം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പിന്നെ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഞാനിത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങുന്നത്. സംഭവം എനിക്ക് ക്രോഷ്യസിൻ്റെ ഓൺലൈൻ ബിസിനസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയും ഒരു ഉപകാരം ഉണ്ടായിരിക്കും. കാരണം അതിൻ്റെ നൂലുകൾ ഞാൻ ഇതിനും യൂസ് ചെയ്തു. നമുക്ക് മഴത്തുള്ളി ഇങ്ങനെ ഒട്ടിക്കണമല്ലോ. ഈ പശ ശ്രദ്ധിച്ചോട്ടെ. ഇതാണെങ്കിൽ നല്ല പെട്ടെന്ന് ഓർഡർ തരം പശയാണ്. ഞാൻ ഈ ക്രോഷ്യറ്റിൻ്റെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താട്ടത്. നമ്മൾ പല ഷേപ്പിലായിട്ട് കണ്ടംകുറായിട്ട് കുറേ നൂലുകൾ നമ്മൾ വെട്ടിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഓട്ട വെച്ച് ഇതാക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള പരിപാടിയില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നേരത്തെ കാണിച്ച പശ വെച്ചിട്ടാണ് ഒക്കെ ഒട്ടിച്ച് കൊടുക്കണത് കേട്ടോ. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പല ഷേപ്പിലുള്ള കളർ പേപ്പറുകൾ എടുത്തിട്ട് മഴത്തുള്ളിയുടെ ഷേപ്പിൽ വെട്ടിയിട്ട് അതേപോലെ ഒട്ടിച്ച് കൊടുക്കട്ടെ നമ്മൾ ചെയ്തത്. ഞാൻ സംഭവം യൂട്യൂബിൽ ഒരു റെഫറൻസ് നോക്കിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എനിക്ക് പണി ലാസ്റ്റ് എൻ്റെ ക്ഷമ നശിച്ചത് കൊണ്ട് ഞാൻ പിന്നെ ഈ ഫോട്ടോ നോക്കാൻ നിന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സെൻറ്ററിൽ ഒരു ഓട്ടയുണ്ടെന്നും മേഘങ്ങളുടെ അപ്പുറത്താണ് ഈ നൂലുകൾ വരിക എന്നുള്ളതും. എന്നാലും നമ്മൾ വിട്ടു കൊടുക്കും. കിട്ടണ പോലെ ഒപ്പിച്ച് വെച്ച് അങ്ങനെ നമുക്ക് എല്ലാ നൂലുകളും ഈ പശ വെച്ച് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴത്തുള്ളികൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫുൾ കളർഫുൾ മഴത്തുള്ളികളാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ട, അവനെന്തോ ഡൗട്ട് ചോദിച്ചപ്പോൾ അവന് കളർ പറഞ്ഞു കൊടുത്താട്ടാ. അങ്ങനെ ഞാൻ കളർ പേപ്പർ കുറേ എടുത്ത് വീണ്ടും ഒരു കുറേ കളർ പേപ്പറുകൾ വാങ്ങി വയ്ക്കുന്നതും ഉപകാരപ്രദമായിരിക്കും. ഇതുപോലെ പെട്ടെന്ന് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടയിലേക്ക് ഓടാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ വീട്ടിൽ ശേഖരിച്ച് വയ്ക്കും. പിന്നെ അത് ഉപകാരമായി തീരും. അങ്ങനെ ഞങ്ങളത് ഷേപ്പിൽ വെച്ച് കൊടുത്ത് ഇത് ഒട്ടിക്കാൻ ഞാൻ സാധാരണ പശയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം മറ്റേത് പശ ഒട്ടിച്ച മുതലാവില്ല. അങ്ങനെ നമ്മളിത് ഒട്ടിച്ച് കൊടുത്ത ലാസ്റ്റാണ് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നില്ല സാധനമെന്ന്. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ വെള്ളപ്പേപ്പർ എടുത്തിട്ട് ഞാൻ മേഘങ്ങളെ പറിച്ച് ചറപ്പറമ്പ് അപ്പുറത്തെ സൈഡിലും ഈ സൈഡിലായിട്ട് മാലകാന്ന് എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ മേഘങ്ങൾ ഒട്ടിച്ച് കൊടുത്തു. നമ്മുടെ പരിപാടി ശരി. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ റെയിൻ ഡേയുടെ ഒന്നാമത്തെ സംഭവം റെഡി. അപ്പം